ഹായ്, ഇസ്രായേലിൽ നിന്നാണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റിയായ എന്നാൽ സിമ്പിളായ ഒരു മീൻകറി കണ്ടാലോ. മീൻകറി എന്ന് പറയാൻ പറ്റത്തില്ല, ഗ്രേവിയാണ് കേട്ടോ. ഇതൊരു ചാറില്ല, സിമ്പിളായ ഒരു ഗ്രേവി തലക്കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മഞ്ഞക്കോര ഉണ്ടല്ലോ നാട്ടിലൊക്കെ കിട്ടുന്നത്, അതിൻ്റെ തന്നെ കറുത്ത കോരയാണ്. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നല്ല ഹീറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. അന്ന് മെൽറ്റായി വന്നപ്പോഴേക്കും ഉലുവായിട്ടിട്ട് നമ്മൾ പൊട്ടിക്കുകയാണ്. ഞങ്ങൾ ഇതിൽ ഉലുവാപ്പൊടിയല്ല ചേർക്കുന്നത്, ഉലുവായിട്ട് പൊട്ടിക്കും. ഈ കറിയുടെ ടേസ്റ്റ് തന്നെ ഉലുവായും തക്കാളിക്കായുമാണ് കേട്ടോ. ഇനി നമ്മളതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാനിട്ട് കൊടുക്കുകയാണ്. നമുക്കിവിടെ കരിയാപ്പില കിട്ടാനില്ല, കരിയാപ്പൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. കരിയാപ്പില കിട്ടാനില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടമുളകുണ്ട്, സവാള അരിഞ്ഞതുണ്ട്, ഒരു വലിയ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, നമ്മുടെ മീൻപുളിയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള കുത്തി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴട്ടാം. വഴട്ടി വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡീപ്പാകണ്ട, അങ്ങ് ബ്ലാക്ക് കളറിലേക്ക് പോകണ്ട. പച്ചമണമൊക്കെ മാറി സ്മൂത്തി പരുവമായി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിവർഗ്ഗങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് വഴട്ടി കൊടുക്കാം. ഇവിടെ ഈ ഉണ്ടമുളക് എനിക്കിവിടെ നമ്മുടെ തോട്ടത്തിലുള്ളത് കൊണ്ടാണ് കേട്ടോ. തക്കാളിക്കായ നമ്മുടെ തോട്ടത്തിലേതാണ്. പിന്നെ ഉണ്ടമുളകിന് പകരം നമ്മൾ എരിയുള്ള പച്ചമുളക് നിങ്ങൾ ചേർത്തു. പിന്നെ ഉണ്ടമുളകാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. പിന്നെ തക്കാളിക്ക് നന്നായിട്ട് തോല് കളഞ്ഞ് കുറേ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് സ്ലൈസ്ഡായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പരുവമാകുമ്പോൾ നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. അത്യാവശ്യം എരി കുറച്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഞങ്ങൾ മുളക് പൊടിയുടെ എരി കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ക്രഷായിട്ടുള്ള കാശ്മീരി ചില്ലിയും കൂടി എടുക്കുന്നുണ്ട്. ഇത് ക്രഷാണ് കേട്ടോ, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. എരിയൊന്നും ഇല്ല ഈ കറിക്ക് കേട്ടോ, പക്ഷേ എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. അധികം എരിയില്ല. എരി വേണ്ടുന്നവർ ശകലം ആവശ്യത്തിന് എരി ചേർത്തോണം. പിന്നെ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല, ഉലുവാപ്പൊടി ചേർക്കാറില്ല. ഇതിനകത്ത് കായം നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സഡായി അതിൻ്റെ ആ മണം ഒന്ന് മാറി വരട്ടെ. മീൻകറിക്ക് ഇത്രയും ഗ്രേവി മതിയോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. കറിയല്ല കേട്ടോ, അത് ഗ്രേവിയാണ്. അതും അധികം ഗ്രേവി ഇല്ലാതെ, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് നന്നായിട്ട് ചോറ് കഴിക്കാം. ഇത് അത്ര ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാം കേട്ടോ ഇതുപയോഗിച്ച്. ഇത് നമ്മുടെ തക്കാളിക്ക നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. വളരെ ചെറിയ തിന്നായിട്ട് അരിഞ്ഞ തക്കാളിക്കയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടി അതിലേക്ക് നമ്മുടെ മീൻപുളി, അതും പുളി നിങ്ങളുടെ ആവശ്യത്തിന് കൊടുത്താൽ മതി കേട്ടോ. തക്കാളിക്കയുടെ ഒരു പുളിയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. തക്കാളിക്കായും ഉലുവാടയും കൂടെ ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പോൾ തന്നെ കേട്ടോ. അന്നേരം കുറച്ചും കൂടെ നമുക്ക് തക്കാളിക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി കുറച്ച് മീൻപുളിയേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ കഴുകി ഉണക്കിയിട്ട് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് മയമാക്കി വെക്കുന്ന പുളിയാണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് നമ്മൾ വാഷ് ചെയ്യാതെ ഇടുന്നത് കേട്ടോ. ഇതിങ്ങനെ അങ്ങനെ തന്നെ ഫ്രഷായിട്ട് ഇടാൻ പറ്റുന്ന പുളിയാണ്. ഇനി നമ്മളിത് മൂടി വെക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേന് തക്കാളിക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, നന്നായിട്ട് നമ്മുടെ തക്കാളിക്ക വഴണ്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞു. ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഈ മീൻ കറിയുടെ പ്രത്യേകത. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കഴിക്കാനും ടേസ്റ്റാണ്, മീനിടാതെ തന്നെ ഇപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കാം. ഇനി നമ്മൾ മീൻ വൃത്തിയാക്കിയത് ഇതിലേക്ക് പറക്കി വയ്ക്കുകയാണ്. വെള്ളം ഒഴിക്കുന്നില്ല, ഇപ്പോൾ വെള്ളം കൊടുക്കണ്ട. ഇനി ഇതിനെ നമ്മളൊരു കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കും.
ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങേ സൈഡും കൂടെ ഇതുപോലെ തന്നെ ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ശകലം മതി. കാരണം ഈ മീൻ അടിക്ക് പറ്റരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. ഗ്രേവി തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് സൈഡുകളിലൂടെ ശകലം ചൂടുവെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ഒരുപാടായിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയായി പോവും. ഇതാ മീനൊന്ന് വേവാനും വേണ്ടിയുള്ള ഒരു ശകലം, ഞാനിപ്പോൾ ഒരു അരത്തോടം കറക്റ്റ് അത്രയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് കറക്കിയിട്ട് അതിനകത്തെ ആ ഗ്രേവി ഉണ്ടല്ലോ ആ മീനിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കോരി വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുക. ഇങ്ങനെ നന്നായിട്ട് കോരി അതിൻ്റെ എല്ലാ സൈഡുകളിലും വെക്കുക. ഇനി അതിനെ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല പോലെ നമുക്ക് ചോറോ ബ്രെഡോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ പുരട്ടാണിത് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കുത്തരിച്ചോറും ഈ മീൻ കറിയുമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം വീണ്ടും ആശംസിക്കുന്നു.